കഴിഞ്ഞ ദിവസം ഇവിടെ അഹമ്മദാബാദിൽ നടന്ന മത്സരങ്ങളിലെല്ലാം വലിയ സ്കോറുകൾ പിറന്നിട്ടുണ്ട്. 200-ന് മുകളിൽ പലതവണ സ്കോറുകൾ പിറക്കുന്നത്. അത് ഈ IPL തന്നെ ഏറ്റവും കൂടുതൽ 200 മുകളിൽ 200 പോലും സേഫ് സോൺ അല്ലാത്ത ഒരു സീസണാണ് നമ്മൾ കടന്നുപോയത്. അത് തന്നെയാണ് ഈ അഹമ്മദാബാദിലെ സാഹചര്യവും. തുടക്കത്തിൽ പേസർമാർക്ക് പിന്തുണ നൽകുന്ന ഒരു പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ടീം 4 തവണ ഇതിനു മുമ്പ് ഇവിടെ നിന്ന മത്സരങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. രണ്ടാമത് ചേസ് ചെയ്ത സമയത്ത് 3 മത്സരങ്ങളിൽ മാത്രമേ ടീമുകൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റൊന്ന് അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരു ടീമുകൾക്ക്, അതായത് കോഹ്ലി ഇത്ര കാലങ്ങളായി കഴിഞ്ഞ വർഷം വരെ RCBയും വിരാട് കോഹ്ലിയും കളിയാക്കിയിരുന്നത് കപ്പില്ലാത്തൊരു ടീം. ആ ഒരു ദൗർഭാഗ്യം കോഹ്ലിയും കൂട്ടരും മറികടന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. ഇതേ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിലാണ് ആദ്യമായി IPL ബാംഗ്ലൂർ മുത്തം വിട്ടത്. അതിനുശേഷം തുടർച്ചയായ 2ാം വട്ടം വീണ്ടും അവർ രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. അപ്പോൾ കോഹ്ലിയുടെ ഒരു ഭാഗ്യമുള്ള ഒരു പിച്ചായിട്ട് കരുതാം. കഴിഞ്ഞ വട്ടത്തെ ഫൈനലിലും കോഹ്ലി നന്നായി സ്കോർ ചെയ്തു. അതുതന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. ഗുജറാത്തിനെ സംബന്ധിച്ച് അവരുടെ ഹോം പിച്ചാണ്. അവർ നല്ല റെക്കോർഡ് തന്നെയാണ് അവർക്ക് ഈ സീസണിൽ ഉടനീളം അവരുടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. 2022-ൽ അവർ ആദ്യമായി കിരീടം നേടിയതും ഇതേ മൈതാനത്ത് വെച്ച്. അപ്പോൾ ഭാഗ്യത്തിന്റെ ഈ ക്രിക്കറ്റിന്റെ കളിക്ക് പുറമെ ഒരു ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 2 ടീമുകൾക്ക് ഈ ഭാഗ്യത്തിന്റെ അതൊരു സന്തുലിതമായി നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് വീണ്ടും ഒരു മത്സരം നടക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്, ഫൈനലിൽ ഒരു അഡ്വാൻറ്റേജ് ടീമുകൾക്ക് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം ഇരു ക്യാപ്റ്റൻ, അത് ഗില്ലായാലും പട്ടിദാർ ആയാലും അത്തരത്തിലൊരു തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ബാറ്റിംഗ് ഡെപ്ത് എടുത്തു പറയേണ്ടതാണ്. ഗുജറാത്തിന്റെ ടോപ്പ് 3, അതായത് സായ് സുദർശനും ഗില്ലും നൽകുന്ന തുടക്കം, പിന്നീട് 1 ഡൗണിലെത്തുന്ന ജോസ് ബട്ട്ലർ, ഈ 3 താരങ്ങളുടെയും പ്രകടനം പോലെ ഇരിക്കും ഗുജറാത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അതായത് ഒരുപക്ഷെ ഈ പവർ പ്ലേ ആദ്യത്തെ 6 ഓവറിൽ തന്നെ ഇവരിൽ 2 പേരെങ്കിലും മടക്കാൻ സാധിച്ചാൽ അത് ബംഗളൂരുവിൽ നൽകുന്ന അഡ്വാൻറ്റേജ് അവർക്ക് മുതലാക്കാൻ തന്നെ സാധിക്കും. പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറിന്റെ ആദ്യ സ്പെല്ലുകൾ നല്ല ഇൻസിംഗറുകൾ എറിഞ്ഞ് എതിരാളികളെ പ്രതിരോധിപ്പിക്കുന്ന ആ ശൈലി, ഈ പ്രായത്തിൽ പോലും ഇദ്ദേഹം ഈ സീസണിലുടനീളം മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെ പുറത്തെടുത്തത്. ഈ സീസണിൽ 26 വിക്കറ്റുകൾ ഭുവി നേടിക്കഴിഞ്ഞു. മറുഭാഗത്ത് റബാഡയാണ് അവരുടെ ഗുജറാത്തിന്റെ പേസിനെ നയിക്കുന്ന. അദ്ദേഹം 28 വിക്കറ്റുകൾ ഈ സീസണിൽ നേടി. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ബാറ്റിംഗിലായാലും ബോളിങ്ങിലായാലും സന്തുലിതമായ ഒരു ടീമാണ്, ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് മുന്നോട്ട് പോകുന്നത്. ബാംഗ്ലൂരുവിന്റെ ബാറ്റിംഗിന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ കിങ് കോഹ്ലി നൽകുന്ന തുടക്കം, അതെങ്ങനെ അത് എന്തുമാത്രം മുന്നോട്ട് കോഹ്ലിക്ക് പോകാനാവും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബംഗളൂരുവിലെ പോക്ക്. മാത്രം